എന്തു പറ്റി വാസു? ഒന്നുമില്ല. പിന്നെ നിനക്ക് അവള് തടവുന്നേ? RJ ബിൻസി ഇപ്പോ എയറിലാണ്. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ആ, ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. കൃഷ്ണൻകുട്ടി, ബെന്നി, BNNY, കേശു, കേശു. ഇപ്പൊ എയറിലാവാനുള്ള കാരണമായിട്ടുള്ളത് തന്റെ അനിയത്തിയായിട്ടുള്ള മറിയ ആ കുട്ടിയിട്ടേക്കുന്ന ഒറ്റ വീടിലാണ് ഇപ്പൊ ബിൻസി എയറിലാവാനുള്ള ഒരു കാരണമായിട്ടുള്ളത്. പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് കിട്ടേണ്ടത് കിട്ടി. വീഡിയോ കണ്ട വേഗം മാത്രം ഉപദ്രവിച്ചു. എന്റെ പേര് വ്യക്തമായില്ലേ? ശരി, ഞാൻ വ്യക്തമാക്കി തരാം. എന്റെ കഴിവ് കാണിച്ചു പറഞ്ഞു എന്തോ കാര്യമായിട്ട് പറഞ്ഞുണ്ട്. കണ്ടിട്ട് വേണ്ടിട്ട് ചെയ്യുന്നവരെ ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെ ആണല്ലോ. മറിയ ഈ കുട്ടി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പലർക്കും ഒന്നും വ്യക്തമാവണമെന്നില്ല. വ്യക്തമാത്തവർക്ക് ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് പറയാം. ഇവിടെ ബിൻസി വീഡിയോക്കകത്ത് കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. റിയലി അങ്ങനെയല്ല. ഈ റിയൽ വിസ് റിയാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അപ്പൊ ആ കുട്ടിയുടെ കയ്യിലൊക്കെ കടിച്ച് മുറിച്ചേക്കാണ്, മുടിയൊക്കെ പിടിച്ച് വലിച്ച്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിമഴക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സീനൊക്കെയാണ്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? ഇനിയാണ് കഥയിലെ വഴിത്തിരിവ് അഥവാ ട്വിസ്റ്റ്. ഈ കുട്ടി തന്നെ പിന്നീട് അൻസിഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇത് തമാശക്ക് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്, കയ്യിൽ നിന്ന് പാളിപ്പോയേക്കുന്ന ഒരു സംഭവമാണ് ഇത്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നു. ഈ ബിൻസി എന്നോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവള് പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ ചോദിച്ചു പറഞ്ഞ എടാ എനിക്കറിയത്തില്ല, അത് അവളുടെ അടുത്ത് തന്നെ പോയി ചോദിക്കണം. ഇനി അവളുടെ അടുത്ത് വീട്ടിൽ അവളിപ്പോ FM എന്തോ ഇരിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ വിളിച്ചത്. അപ്പോൾ പറഞ്ഞു എടാ ഇനി അത് ചെന്നിട്ട് ഇനി സംസാരിക്കണം. അവളിപ്പോ വീട്ടിൽ കിടന്ന മുട്ടൻ കരച്ചിലാണ്. അവരുടെ അമ്മയ്ക്കും അച്ഛനും ആണെങ്കിൽ ഇതുപോലെ നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ശരി, അതിനകത്ത് അവള് കൈ ഇങ്ങനെ കടിച്ച് മുറിക്കുന്ന അങ്ങനത്തെ ഒരു സീന് കാര്യങ്ങൾ, പിന്നെ മുടിയൊക്കെ വലിച്ച് ഈ സീന് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതെന്താണ് കൈ അപ്പൊ അവള് തന്നെ കടിച്ച് പാടാന്ന് ചോദിച്ചപ്പോ ബിൻസി എന്റെ അടുത്ത് പറഞ്ഞത് വീട്ടിലെ പട്ടി ഉണ്ട്, ഇനി പട്ടി വല്ല കടിച്ചായിരിക്കും എന്നുള്ള രീതിയിലാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത്ര, അതായത് തമാശക്ക് ആ കുട്ടി അങ്ങനെ ഒരു സംഭവം ഇട്ടതാണ്, വെറുതെ ഒരു തമാശ രീതിയിൽ ഇട്ടേക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് അതേപോലെ ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിനക്കൊക്കെ ഇതിൽ വല്ല പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. ചുണ്ടക്കൊളുത്തിൽ മുളകൂടി പുരട്ടി ചങ്കിക്കൊളുത്തി വലിക്കുന്ന ഒരു പരിപാടിയുണ്ട് എനിക്ക്. മോളെ മരിയ കുട്ടി, നിങ്ങൾ മനസ്സിലാക്കേണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഫാമിലി ഉണ്ടാവുന്ന വിഷയങ്ങളൊക്കെ പബ്ലിക്കിലല്ല ഇത്തരം കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ടേ. തമാശ രീതിയിലാണെങ്കിൽ പോലും ഇങ്ങനൊരു സംഭവങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവരാതിരിക്കുക. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു.